ആരോഗ്യം അമൂല്യം. അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം. ഇതേക്കുറിച്ച് കോഴിക്കോട് ജില്ലാ ഹോമിയോ ആശുപത്രിയുടെ റിട്ടയർഡ് സൂപ്രണ്ട് ഡോക്ടർ ടി.കെ. സജീവ് സംസാരിക്കുന്നു. വളരെ ഇടുങ്ങിയ ഭാഗത്തു സ്ഥിതി ചെയ്യുന്ന ലസികാകലകൾ അഥവാ ലിംഫാറ്റിക് ടിഷ്യൂ ആണ് അഡിനോയിഡ്. രോഗപ്രതിരോധ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഈ കലകൾ നേസോഫാരിഞ്ചിയൽ ടോൺസിൽ എന്നും അറിയപ്പെടുന്നു. രോഗപ്രതിരോധത്തിനുള്ള ഈ കലകൾ 3 വയസ്സ് മുതൽ 7 വയസ്സുവരെ പ്രായമുള്ള കുട്ടികളിൽ വളരെ പ്രവർത്തനോന്മുഖമായിരിക്കും. അതിനുശേഷം ഇത് ചുരുങ്ങാൻ തുടങ്ങും. 12 വയസ്സ് കഴിയുമ്പോഴേക്ക് ചുരുങ്ങി ഇല്ലാതാവുകയും ചെയ്യുന്നു. പല കാരണങ്ങൾ കൊണ്ട് ഈ കലകൾ അഥവാ അഡിനോയിഡ് സാധാരണയിൽ കൂടുതൽ തടിപ്പുള്ളതാകുന്നു. ഇതിനെ അഡിനോയിഡ് ഹൈപ്പർട്രോഫി അല്ലെങ്കിൽ അഡിനോയിഡ് വീക്കം എന്ന് പറയുന്നു. 2 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. രോഗിയുടെ ശാരീരിക പ്രത്യേകതയും പാരമ്പര്യവും ഈ രോഗം വരാൻ കാരണമാണെങ്കിലും തുടർച്ചയായുള്ള അണുബാധ, അമ്മയുടെ പാൽ മതിയായ അളവിൽ ലഭിക്കാത്ത അവസ്ഥ, മലിനീകരണം, ചില വസ്തുക്കളോടുള്ള വ്യക്തിയുടെ അലർജി എന്നിവ എടുത്തു പറയാവുന്ന കാരണങ്ങളാണ്. മൂക്കിലൂടെ ശ്വാസമെടുക്കുന്നതിന് കുട്ടിക്ക് പ്രയാസം അനുഭവപ്പെടുകയും തുടർന്ന് രോഗലക്ഷണങ്ങൾ പ്രകടമാവുകയും ചെയ്യുന്നു. ചെവിയിൽ നിന്ന് നേസോഫാരിങ്സിലേക്ക് തുറക്കുന്ന യൂസ്റ്റേഷ്യൻ ട്യൂബിലൂടെ അഡിനോയിഡ് വീക്കത്തോടൊപ്പമുണ്ടാകുന്ന നീർക്കെട്ടോ അണുബാധയോ ചെവിക്കുള്ളിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് ചെവിക്കുള്ളിൽ വേദനയും പഴുപ്പും ഉണ്ടാവുകയും ചെയ്യാം. അഡിനോയിഡ് വീക്കത്തിന്റെ വലിപ്പമനുസരിച്ച് അതുവഴി കടന്നുപോകുന്ന ശ്വാസത്തിന്റെ തടസ്സത്തിന്റെ തോതും വർദ്ധിക്കുന്നു. അതുപോലെ അഡിനോയിഡ് വീക്കത്തിന്റെ കാലദൈർഘ്യം രോഗലക്ഷണങ്ങളുടെ തീവ്രതയുടെ ഏറ്റക്കുറച്ചിലിനു കാരണമാവുകയും ചെയ്യുന്നു. കുട്ടിക്ക് മൂക്കടപ്പ് അനുഭവപ്പെടുക, വായ തുറന്ന് ശ്വാസമെടുക്കുക, ഉറക്കത്തിൽ കൂർക്കം വലിക്കുക, വിട്ടുമാറാത്ത ജലദോഷം ഉണ്ടാവുക, കേൾവിക്കുറവ്, ചെവിവേദന, ചെവിപഴുപ്പ് എന്നിവയുണ്ടാവുക, പഠിത്തത്തിൽ ശ്രദ്ധ കുറവ് ഉണ്ടാവുക, ഉന്മേഷക്കുറവ് ഉണ്ടാവുക, ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരുക, ഉറക്കത്തിനുണ്ടാകുന്ന വൈഷമ്യം കാരണം അറിയാതെ മൂത്രം പോവുക, അടഞ്ഞ മൂക്കോടുകൂടിയുള്ള സംസാരം അഥവാ റൈനോലാലിയ പ്രകടമാവുക എന്നിവ ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. അഡിനോയിഡ് വീക്കം കാരണം തുടർച്ചയായി മൂക്കടപ്പും ഉറക്കത്തിൽ കൂർക്കവും വലിയുമുള്ള കുട്ടികളിൽ തലച്ചോറിലേക്കും മറ്റു അവയവങ്ങളിലേക്കും പ്രവേശിക്കുന്ന ഓക്സിജന്റെ അളവ് കുറയാനുള്ള സാധ്യതയുമുണ്ട്. ദീർഘകാലം അഡിനോയിഡ് വീക്കം കാരണം മൂക്കിലൂടെ ശ്വാസമെടുക്കാൻ കഴിയാത്ത കുട്ടികളുടെ മുഖത്തിന്റെ രൂപഭംഗിക്ക് തന്നെ വ്യതിയാനം വരാം. ഇതിനെ അഡിനോയിഡ് ഫേസ് എന്ന് പറയുന്നു. കണ്ണിന് താഴെ മൂക്കിനു ഇരുവശങ്ങളിലുമായി തടിച്ചു നിൽക്കുന്ന മാക്സിലറി പെർമനൻസിന്റെ തടിപ്പ് കുറയുന്നത് ഇതിന്റെ ലക്ഷണമാണ്. അതുപോലെ മാക്സിലറി പെർമനൻസിന് താഴെയായി മേൽചുണ്ടിന് മുകളിൽ ഇരുവശങ്ങളിലുമായി കാണുന്ന വടിവ് അഥവാ നേസോലേബിയൽ ഫോൾഡിന്റെ വലിപ്പം ചെറുതാവുകയോ ഇല്ലാതാവുകയോ ചെയ്യുന്നതും ഇതിന്റെ ലക്ഷണമാണ്. കുട്ടിക്കു മുഖത്തു കാണുന്ന ഈ വ്യതിയാനങ്ങൾ ദീർഘകാലമായി ഈ രോഗമുള്ളവരിലും രോഗം അധികരിച്ചവരിലും കാണുന്ന ലക്ഷണങ്ങളാണ്. കൂടാതെ മുകളിലത്തെ നിരയിലെ മുൻപല്ലുകൾ ഉന്തിയിരിക്കുക, മേലെണ്ണാക്കിന്റെ സ്വാഭാവികമായ വളവിനേക്കാൾ കൂടുതൽ വളവ് അഥവാ ഉയർന്ന ആർച്ച് കാണപ്പെടുക, മൂക്ക് അടഞ്ഞതുപോലെ ഇരിക്കുക, പുറത്തേക്ക് വലിഞ്ഞു നിൽക്കുന്ന മേൽചുണ്ട് കാണപ്പെടുക, നാസാരന്ധ്രങ്ങൾ ചെറുതായിരിക്കുക, ഉന്മേഷക്കുറവ് കൂടുതലായി പ്രകടമാവുക എന്നിവയും രോഗം അധികരിച്ചതിന്റെ ലക്ഷണങ്ങളാണ്. രോഗവിവരണം, എക്സ്റേ പരിശോധന എന്നിവയിലൂടെ രോഗം സ്ഥിരീകരിക്കാം. രോഗതീവ്രതയെപ്പറ്റി കൂടുതൽ അറിയുന്നതിന് റൈനോസ്കോപ്പി പരിശോധന, എൻഡോസ്കോപ്പി പരിശോധന എന്നീ സങ്കേതങ്ങൾ പ്രയോജനപ്പെടുത്താം. ചെവിക്കുള്ളിലെ പഴുപ്പ് അഥവാ ഒട്ടീറ്റിസ് മീഡിയ, സൈനസൈറ്റിസ്, അഡിനോയിഡ് ഫേസ്, കുട്ടികളിലെ മാനസികവും ശാരീരികവുമായ വളർച്ചാ മുരടിപ്പ് എന്നിവ ഈ രോഗത്തിന്റെ സങ്കീർണതകളാണ്. അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം. ഇതേക്കുറിച്ച് കോഴിക്കോട് ജില്ലാ ഹോമിയോ ആശുപത്രിയുടെ റിട്ടയർഡ് സൂപ്രണ്ട് ഡോക്ടർ ടി.കെ. സജീവ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.